നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തിയ അധിക ചുങ്കത്തിനെതിരെ പ്രതിഷേധം. കേരള കർഷക സംഘം കായംകുളം ഏരിയ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ കോലം കത്തിച്ചു. ചവറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന് ISO സർട്ടിഫിക്കേഷൻ. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA പ്രഖ്യാപനം നിർവഹിച്ചു. വിവിധ ഫണ്ടുകളും വിതരണം ചെയ്തു. ഖാദി ഓണം മേളയ്ക്ക് കരുനാഗപ്പള്ളിയിൽ തുടക്കം. ട്രിവാൻഡ്രം സർവോദയ സംഘമാണ് മേള സംഘടിപ്പിക്കുന്നത്. സെപ്റ്റംബർ 4-ന് മേള സമാപിക്കും. വിശദമായ വാർത്തകളിലേക്ക്. അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തിയ അധിക ചുങ്കത്തിനെതിരെ പ്രതിഷേധം സംഘടിപ്പിച്ചു. കേരള കർഷക സംഘം കായംകുളം ഏരിയ കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. പ്രതിഷേധക്കാർ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ കോലം കത്തിച്ചു. കേരള കർഷക സംഘം കായംകുളം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ത്യക്ക് മേൽ 50% ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തിയ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ പ്രതികരിക്കാത്ത ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിലപാടിനെതിരെയുമാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ട്രംപിന്റെ കോലവും കത്തിച്ചു. കേരള കർഷക സംഘം ജില്ലാ വൈസ് പ്രസിഡന്റ് MV ശ്യാം ഉദ്ഘാടനം ചെയ്തു. ഈ സമരം നടത്താനിടയായ സാഹചര്യത്തെക്കുറിച്ച് അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനോട് വിശദമായി പറഞ്ഞു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിന്റെ പല സമീപനങ്ങളും നയങ്ങളും ഇന്ത്യ എന്ന മഹാരാജ്യത്തെ അപമാനിക്കുന്ന തരത്തിലുള്ളതാണെന്നുള്ള കാര്യം നിങ്ങൾക്ക് ഏവർക്കും അറിയാം. ഇറക്കുമതി ചുങ്കം ആദ്യം 25% വർദ്ധിപ്പിച്ചു. അതിനുശേഷം റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയാണ് എന്നുള്ള കാരണം കൊണ്ട് ന്യായീകരിക്കുവാൻ കഴിയാത്തൊരു കാരണം ആരോപിച്ചുകൊണ്ട് ട്രംപ് ആ ഇറക്കുമതി ചുങ്കം 25% നിന്നും 50%-ലേക്ക് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഏത് രാജ്യത്തിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങിക്കണമെന്നുള്ളത് ഇന്ത്യയുടെ ആഭ്യന്തര പ്രശ്നമാണ്. അത് ഇന്ത്യയുടെ അവകാശമാണ്. ഇന്ത്യയിൽ നിന്നും എത്രയോ രാജ്യങ്ങൾ പരുത്തി അടക്കം, തേയിലയടക്കം, കാപ്പി അടക്കം, റബ്ബർ അടക്കം ഇന്ത്യയിൽ നിന്നും വാങ്ങുന്നുണ്ട്. അത് ഏതെല്ലാം രാജ്യങ്ങൾക്ക് നൽകണമെന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യ മഹാരാജ്യമാണ്. ജില്ലാ കമ്മിറ്റി അംഗം G ഹരികുമാർ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി M നസീർ, H ഹക്കീം, ഹരി കൊട്ടാരത്തിൽ, സാബു വാസുദേവ്, കോശി തരകൻ, വിജയൻ പിള്ള, KM ഷംസുകുഞ്ഞ്, KK അനിൽകുമാർ, ശ്രീലത S തമ്പി, ഹുസൈൻ കളീക്കൽ, സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. രാജ്യത്തെ ജനങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്ന തരത്തിലുള്ള തെറ്റായ സാമ്പത്തിക നയസമീപനങ്ങളാണ് നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ കൂടിയാണ് ഇന്ത്യ പ്രതിഷേധം സംഘടിപ്പിച്ചിട്ടുള്ളത്. അമേരിക്കയിൽ ഇറക്കുമതിയെതിരായിട്ടുള്ള ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ച അമേരിക്കൻ പ്രസിഡന്റ് നടപടിക്കെതിരായിട്ട് നമ്മുടെ രാജ്യത്താകമാനം ഇത്തരത്തിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ടെന്താണ് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ ഒരു സംസ്ഥാന വ്യാപകമായി ഈ അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ നമ്മുടെ രാജ്യത്തിനെതിരെയുള്ള ഈ കടന്നാക്രമണത്തിനെതിരായിട്ടുള്ള പ്രതിഷേധം ശക്തമാക്കിക്കൊണ്ടിരിക്കുന്നു. ന്യൂസ് ബ്യൂറോ, കായംകുളം. ചവറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ISO സർട്ടിഫിക്കേഷൻ നേടിയതിന്റെ പ്രഖ്യാപനം നടത്തി. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA പ്രഖ്യാപനം നിർവഹിച്ചു. വിവിധ ഫണ്ടുകളുടെ വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി. ചവറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS ISO സർട്ടിഫിക്കേഷൻ നേടിയതിന്റെ പ്രഖ്യാപനം നടത്തി. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA പ്രഖ്യാപനം നിർവഹിച്ചു. ബന്ധപ്പെട്ട നമ്മുടെ ലോക്കോസുമാരുടെ പ്രവർത്തനങ്ങൾ, നിങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ റിപ്പോർട്ടിങ്, ഇതെല്ലാം കൂടെ സംയുക്തമായിട്ട് നോക്കിയിട്ട് അതിൻ്റെ ഒരു ടീം ഒന്ന് പരിശോധിച്ചതിന് ശേഷമായിരിക്കാം ഈ ഒരു ഡിക്ലറേഷൻ. അതായത് ഇന്റർനാഷണൽ സ്റ്റാൻഡർഡൈസേഷൻ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് അതൊരു അന്തർദേശീയ നിലവാരത്തിലേക്ക് ഏതൊരു സംഘടനയും ഏതൊരു സംരംഭവും ഉയർത്തപ്പെടുകയാണെങ്കിൽ
അതങ്ങനെ ഉയർത്തപ്പെട്ടു എന്ന് സാക്ഷ്യപ്പെടുത്തുന്നതിനുള്ള ഒരു സർട്ടിഫിക്കറ്റാണ് നമുക്ക് ISO എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവർക്കും നൽകാൻ പറ്റുന്ന ഒരു സർട്ടിഫിക്കറ്റ് അല്ല. ISOയുടെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അവരാണ് ഇത് അവാർഡ് വിതരണം ചെയ്തത്. ഈ അവാർഡ് വിതരണം ചെയ്തതിന് മുമ്പ് കർശനമായിട്ടുള്ള ഇൻസ്പെക്ഷനിലാണ്. ഈ ഇൻസ്പെക്ഷനിൽ ചിലപ്പോൾ 2, 3, 4 ആവർത്തിയൊക്കെ സാധാരണ ഇൻസ്പെക്ഷനുകൾ നടത്താറുണ്ട്. നമ്മുടെ മൂത്ര ആശുപത്രിയൊക്കെ ഈ രീതിയിൽ അതിന് വേറെ സംവിധാനങ്ങളാണ്. NQAS, നാഷണൽ ക്വാളിറ്റി അഷുറൻസ് സ്റ്റാൻഡേർഡ്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അവർ ഇതേപോലെ വന്ന് ഇൻസ്പെക്ഷൻ നടത്താൻ വരുമ്പോൾ സാധാരണ വലിയ തയ്യാറെടുപ്പുകളാണ് നമ്മൾ നടത്തുന്നത്. നമ്മുടെ മൂത്ര ആശുപത്രി എന്ന് പറയുമ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ ചവറ ഫാമിലി ഹെൽത്ത് സെന്റർ വലിയ അഭിമാനത്തോടുകൂടി നമ്മൾ ഓർക്കണം. സംസ്ഥാനത്ത് തന്നെ 97 മാർക്ക് വാങ്ങിച്ച് ഏറ്റവും മികച്ച ഒരു പ്രകടനം, 100-ൽ 97 മാർക്ക് വാങ്ങിച്ച് ഏറ്റവും ഒരു മികച്ച പ്രകടനം നടത്തിയ ഒരു ആശുപത്രിയാണ്. CDS ചെയർപേഴ്സൺ പ്രിയ ജോൺ അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ മെർലിൻ സ്വാഗതം പറഞ്ഞു. ISO സർട്ടിഫിക്കറ്റ് ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് JR സുരേഷ് കുമാർ CDS ചെയർപേഴ്സൺ പ്രിയ ജോണിന് കൈമാറി. നമ്മുടെ നാട്ടിൽ ധാരാളം കുടുംബശ്രീകളുണ്ട്. കുടുംബശ്രീയിലെ അംഗങ്ങൾ ധാരാളമാണ്. ഈ നാട്ടിലെ മിക്കവാറും സ്ത്രീകളെല്ലാം കുടുംബശ്രീ അംഗങ്ങളാണ്. പലരും വരുന്നത് കുടുംബശ്രീയിൽ വന്ന് ആഴ്ചയിലുള്ള സമ്പാദ്യം കൊടുക്കുക, അതിൽ നിന്ന് വായ്പ എടുക്കുക, വായ്പ എടുത്ത് ഭർത്താവിന് കൊടുക്കുക, ഭർത്താവിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുക, അത് കഴിഞ്ഞിട്ട് ഭർത്താവിനോട് യാചിച്ച് കൈനീട്ടി പൈസ വാങ്ങിച്ച് തിരിച്ചടയ്ക്കുക എന്നുള്ള രീതിയിൽ പലരും പോകുമ്പോൾ, പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ധാരാളം സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു നേട്ടമായിട്ട് മാറിയിരിക്കുകയാണ്. സ്വയം വിൽപ്പന സംരംഭങ്ങള്, ധാരാളം സംരംഭങ്ങൾ ഇവിടെ ആരംഭിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ കാണുന്നതിനപ്പുറത്ത്, നമ്മൾ അറിയുന്നതിനപ്പുറത്തുള്ള വലിയൊരു ഇമ്പാക്റ്റ് ഈ പ്രവർത്തനങ്ങൾ വഴി നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം CEF, ME, RF, പ്രവാസി ലോൺ, പ്രൊഡ്യൂസേഴ്സ് ഗ്രൂപ്പ് വർക്കിംഗ് ക്യാപിറ്റൽ എന്നീ ഫണ്ടുകൾ വിതരണം ചെയ്തു. വൈസ് പ്രസിഡന്റ് ജയലക്ഷ്മി, അനീസ, ടി റീന, N ബിനുമോൻ, വാർഡംഗങ്ങൾ, ADS, CDS അംഗങ്ങൾ, വിവിധ മേഖലയിലെ കുടുംബശ്രീ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ഖാദി ഓണം മേളയ്ക്ക് കരുനാഗപ്പള്ളിയിൽ തുടക്കമായി. ട്രിവാൻഡ്രം സർവോദയ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് മേള നടക്കുന്നത്. സെപ്റ്റംബർ 4-ന് മേള സമാപിക്കും. ട്രിവാൻഡ്രം സർവോദയ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഖാദി ഓണം മേളയ്ക്ക് തുടക്കമായി. ഉദ്ഘാടനവും ആദ്യ വിൽപ്പനയും CR മഹേഷ് MLA നിർവഹിച്ചു. ഈ ഓണം വിപണന മേളയിൽ പങ്കെടുക്കാൻ, സാധനങ്ങൾ വാങ്ങിക്കാൻ പാരമ്പര്യമായി എത്തിച്ചേരുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ സൗകര്യാർത്ഥമാണ് ശുദ്ധമായ എല്ലാ ഉൽപ്പന്നങ്ങളും, തുണിത്തരങ്ങൾ മാത്രമല്ല പ്രകൃതിയിലുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും വളരെ വൃത്തിയായി നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം, ഉപയോഗിക്കാം, ഒരു പ്രശ്നവുമില്ല. അത്തരത്തിലുള്ള ഒരു വിപണന മേളയാണ്. ഓണക്കാലമാണ്, എല്ലാ വർഷവും നല്ല കച്ചവടം നടക്കാറുണ്ട്. നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. R കിഷോർ കുമാർ സ്വാഗതം പറഞ്ഞു. റെജി ഫോട്ടോ പാർക്ക്, KG രവി, N അജയകുമാർ, ബാബു തുടങ്ങിയവർ സംസാരിച്ചു. കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിലാണ് മേള നടക്കുന്നത്. ഖാദി ഉൽപ്പന്നങ്ങൾക്ക് 30% ഗവൺമെന്റ് റിബേറ്റ് ലഭ്യമാണ്. മേള രാവിലെ 9:30 മുതൽ വൈകുന്നേരം 8 മണി വരെ ഉണ്ടായിരിക്കുന്നതാണ്. സെപ്റ്റംബർ 4-ാം തീയതി സമാപിക്കും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. വള്ളികുന്നം ഇലിപ്പിക്കുളം KKM ഗവൺമെന്റ് VHSSലെ ഭിന്നശേഷി കുട്ടികൾക്ക് കമ്പ്യൂട്ടർ പരിശീലനം നൽകി. സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം നൽകിയത്. സ്നേഹസ്പർശം എന്ന പേരിലാണ് പരിപാടി. ഇലിപ്പക്കുളം KKM ഗവൺമെന്റ് VHSSലാണ് സ്നേഹസ്പർശം 2025 എന്ന പേരിൽ ഭിന്നശേഷി കുട്ടികൾക്കായി കമ്പ്യൂട്ടർ പരിശീലനം സംഘടിപ്പിച്ചത്. സ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. വിവിധ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളും ഗെയിമുകളും പരിചയപ്പെടുത്തി. രാവിലെ 10 മണി മുതൽ 12:30 വരെയായിരുന്നു പരിശീലനം. MES ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രിൻസിപ്പൽ ഷംനയും മറ്റ് ജീവനക്കാരും ആവശ്യമായ പിന്തുണകൾ നൽകി. വട്ടക്കാട് സ്കൂൾ ലിറ്റിൽ കൈറ്റ്സ് അംഗമായ മുബീന മോൾ, റഹ്യാനത്ത്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് സലൂജ എന്നിവർ പങ്കെടുത്തു. പരിശീലനത്തിന് ശേഷം വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, വള്ളികുന്നം. വാട്ടർ ATM ഉദ്ഘാടനം ചെയ്തു. ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ATM സ്ഥാപിച്ചത്. കടപുഴ TK ബ്രേക്കിന് സമീപത്താണ് വാട്ടർ ATM സ്ഥാപിച്ചത്.
ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വാട്ടർ ATM സ്ഥാപിച്ചത്. കടപുഴ ടേക്ക് എ ബ്രേക്കിന് മുൻവശം സ്ഥാപിച്ച വാട്ടർ ATMന്റെ ഉദ്ഘാടനം ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R സുന്ദരേശൻ നിർവഹിച്ചു. മൂന്നാമത്തേതാണിത്, നാലാമത്തേത് പതാരത്തിൽ സ്ഥാപിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് അതിന്റെ വികസന പ്രവർത്തനങ്ങളിൽ ധാരാളം ഇടപെടലുകൾ നടത്തുന്നതിന്റെ ഒരു ഭാഗം എന്നുള്ള നിലയിലാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് വളരെ തുച്ഛമായ നിരക്കിൽ ഗുണനിലവാരമുള്ള ശുദ്ധജലം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഇത്തരം ഒരു പ്രോജക്റ്റിന് രൂപം നൽകിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P പുഷ്പകുമാരി അധ്യക്ഷത വഹിച്ചു. വെസ്റ്റ് കല്ലട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ C ഉണ്ണികൃഷ്ണൻ, V രതീഷ്, S ഷീജ, K സനൽകുമാർ, K സുധീർ, അൻസാർ ഷാഫി, Y ഷാജഹാൻ, N പങ്കജാക്ഷൻ, ലതാ രവി, രാജി R, P ഗീതാകുമാരി, തുണ്ടിൽ നൌഷാദ്, രാജി രാമചന്ദ്രൻ, S ശശികല, സുചിത്രാദേവി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ശാസ്താംകോട്ട ഭരണിക്കാവ് VFPCK സ്വാശ്രയ കർഷക സമിതി ബോണസ് വിതരണം ചെയ്തു. മികച്ച കർഷകർക്ക് ആദരവും നൽകി. എൻഡോമെന്റുകളും വിതരണം ചെയ്തു. ശാസ്താംകോട്ട ഭരണിക്കാവ് VFPCK സ്വാശ്രയ കർഷക സമിതിയാണ് ബോണസ് വിതരണം ചെയ്തത്. ഇതോടനുബന്ധിച്ച് മികച്ച കർഷകർക്ക് ആദരവ് നൽകി. സമിതി കർഷകരുടെ മക്കളിൽ മികച്ച വിജയം നേടിയ SSLC +2 വിദ്യാർത്ഥികൾക്ക് എൻഡോമെന്റുകളും വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമുക്ക് തരിശ് ഭൂമിയായിട്ട് കടന്നു കഴിഞ്ഞാൽ അത് കൃഷി ചെയ്യുന്നതിന് ഒരു ഹെക്ടറിന് 40,000 രൂപ സർക്കാർ സബ്സിഡി ഉണ്ട്. ഇത് കൊടുക്കലാണ് സാധാരണ കൃഷി ഡിപ്പാർട്ട്മെൻറ്റുകാർ തരിശ് കൃഷി ചെയ്താൽ ചെയ്യുന്നത്. ജില്ലാ പഞ്ചായത്ത് അതല്ല ഉദ്ദേശിച്ചത്. ഈ 40,000 രൂപയുടെ സബ്സിഡി അവർക്ക് ലഭിക്കട്ടെ, അതോടൊപ്പം വിത്തുകൾ നല്ലത് കണ്ടെത്തി ഉദ്യോഗസ്ഥർ കൊടുക്കുക. അപ്പോൾ ഏറ്റവും നല്ല വിത്ത് കണ്ടെത്തണം. അപ്പോൾ അതിന് ഉമ ആണ് അവർ നിർദ്ദേശിച്ചത്. ഉമയുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഉമ ഇഷ്ടംപോലെ നെല്ലൊക്കെ ഉണ്ടാവും, പക്ഷേ രുചി ഉണ്ടാവില്ല. അപ്പോൾ രുചികരമായ വിത്ത് എന്നുള്ളത് നമ്മളവിടെ തീരുമാനിച്ചു. അതനുസരിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിച്ചു. മൂന്നാമതായിട്ട് ഈ കൃഷിക്കാരുടെ യോഗം വിളിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ നമ്മുടെ കൃഷിഭവനിലെ ഉദ്യോഗസ്ഥർ ബന്ധപ്പെട്ടിട്ട് തരിശ് കിടക്കുന്ന കൃഷിക്കാരുടെ യോഗം ചേർന്നു. ആ യോഗം ചേർന്നിട്ട് അവർ കൃഷി ചെയ്യാമെന്ന് ഉറപ്പ് നൽകി. അപ്പം ചിലയിടത്ത് വെള്ളത്തിൻ്റെ ശല്യമുണ്ട്, ചിലയിടത്ത് വെള്ളം ഇല്ലായ്മയുടെ ശല്യമുണ്ട്. അത് പരിഹരിക്കാൻ അടിയന്തര സ്വഭാവത്തിൽ തൊഴിലുറപ്പുകാരെ ഉപയോഗിക്കേണ്ടത് അത് ചെയ്യാൻ തീരുമാനിച്ചു. വിപണി പ്രസിഡന്റ് സുദർശനക്കുറുപ്പ് അധ്യക്ഷത വഹിച്ചു. മധുസൂദനൻ സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരേശൻ മികച്ച കർഷകനെ ആദരിച്ചു. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത +2 അവാർഡുകൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സനൽ SLC അവാർഡുകളും VFPCK ജില്ലാ മാനേജർ V ബിന്ദു മികച്ച വനിതാ കർഷകയെ ആദരിക്കലും നിർവഹിച്ചു. സമിതി പ്രസിഡന്റ് സുദർശനക്കുറുപ്പ് മികച്ച കച്ചവടക്കാർക്കുള്ള ആദരവ് നൽകി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പാലിയേറ്റീവ് കിടക്കകളുടെ വിതരണോദ്ഘാടനം നടത്തി. ചവറ തേവലക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് കിടക്കകളുടെ വിതരണം നടത്തിയത്. കൊല്ലം വൈസ്മെൻ ഇന്റർനാഷണൽ ക്ലബിന്റെ ഗോൾഡൻ ജൂബിലിയുടെ ഭാഗമായാണ് വിതരണോദ്ഘാടനം നടത്തിയത്. വൈസ്മെൻ ഇന്റർനാഷണൽ PWAF കൊല്ലം വൈസ്മെൻ ക്ലബിന്റെ ഗോൾഡൻ ജൂബിലി പ്രമാണിച്ചാണ് കൊല്ലം ജില്ലയിൽ 50 പാലിയേറ്റീവ് കിടക്കകളുടെ വിതരണം നടത്തിയത്. ഇതിന്റെ ഭാഗമായി ചവറ തേവലക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നൽകുന്ന പാലിയേറ്റീവ് കിടക്കകളുടെ വിതരണോദ്ഘാടനം ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് JR സുരേഷ് കുമാർ നിർവഹിച്ചു. നമുക്ക് ഈ പാലിയേറ്റീവ് രംഗത്ത് പഞ്ചായത്ത് വലിയ പ്രാധാന്യമൊക്കെ കൊടുത്താണ് ഇത് പ്രവർത്തിക്കുന്നത്. ഹോസ്പിറ്റലിന് തന്നെ ബാക്കി എല്ലാ മേഖലയ്ക്കും കൊടുക്കുന്നതിനേക്കാൾ വലിയ പ്രാധാന്യം നമ്മൾ ഈ ഹോസ്പിറ്റലിന് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഹോസ്പിറ്റലിൽ പലപ്പോഴും ഞങ്ങൾ ആശ്ചര്യപൂർവ്വം ഈ ഇവിടെ പുതിയ വരുന്ന സ്റ്റാഫ് ഡോക്ടർമാരായാലും നമ്മുടെ ക്ലാർക്കന്മാരായാലും ആരായാലും നിസ വന്നു കഴിഞ്ഞപ്പോൾ നിസ നേരത്തെ ഒരു ഹോസ്പിറ്റലിൽ ഇരുന്ന് അവിടെ 20-25 ലക്ഷം രൂപയാണ് കൊടുത്തിരുന്നത്. നമ്മളിവിടെ ഈ ഹോസ്പിറ്റൽ FHCക്ക് മാത്രം കൊടുക്കുന്ന 45 ലക്ഷം രൂപയുടെ മരുന്നാണ് ഒരു വർഷം ജനറൽ മെഡിസിൻ വാങ്ങുന്നത്. പാലിയേറ്റീവ് പേഷ്യൻറ്റും ബാക്കി എല്ലാം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ 50 ലക്ഷം രൂപയുടെ മരുന്ന് നമ്മൾ ഈ ഹോസ്പിറ്റലിലേക്ക് വേണ്ടി മാത്രം വാങ്ങുന്നുണ്ട്. ശശിബാബു B അധ്യക്ഷത വഹിച്ചു. ഗവർണറായിട്ട് ഞാൻ ഇപ്പോൾ 1 മാസം കഴിഞ്ഞു. കഴിഞ്ഞ മാസമായിരുന്നു എൻ്റെ അധികാരമേറ്റ്. അന്ന് തന്നെ ഞങ്ങൾ 5 പഞ്ചായത്തിലേക്ക് പേപ്പറും ബെഡും കൊടുത്തിരുന്നു. 5 പഞ്ചായത്തിലേക്ക്. ഇപ്പോൾ രണ്ടാമത്തെയാണ് ഈ കിടപ്പ് കട്ടിൽ കൊടുക്കുന്നത്. അത് നമ്മുടെ കൊയിലോൺ ക്ലബിൻ്റെ ആണ് ഡൊണേറ്റ് ചെയ്യുന്നത്. ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ മൊത്തം കൊടുക്കുന്നത്. ഇനിയും ഇത് നമുക്ക് നല്ല രീതിയിൽ ചെയ്യാനുള്ള നിങ്ങളുടെ എല്ലാ സഹകരണം ഉണ്ടെങ്കിൽ ഇനിയും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഡിസ്ട്രിക്ട് ഗവർണർ നിലയിൽ. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷഹന, ആസ്റ്റിൻ സഗ്ലസ്, പന്മന സുന്ദരേശൻ, പ്രസാദ്, അഭിലാഷ്, രാജു അഞ്ജുഷ, ആൽബർട്ട് ഡിക്രൂസ്, അനിൽകുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട ഗതാഗത കുരുക്ക് രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഓണത്തോടനുബന്ധിച്ച് കരുനാഗപ്പള്ളിയിൽ നടപ്പാക്കേണ്ട
ഗതാഗത പരിഷ്കാരങ്ങൾക്ക് ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി അന്തിമ രൂപം നൽകി. ഓണാഘോഷ കാലയളവിൽ 10 ദിവസത്തേക്ക് ലാലാജി ജംഗ്ഷൻ മുതൽ ആശുപത്രി മുക്ക് വരെയുള്ള ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാൻ കരാർ കമ്പനിയായ വിശ്വസമുദ്ര ഗ്രൂപ്പിന് നിർദ്ദേശം നൽകി. 10 ദിവസത്തേക്ക് ലാലാജി ജംഗ്ഷൻ മുതൽ ആശുപത്രി മുക്ക് വരെയുള്ള ദേശീയപാത നിർമ്മാണം നിർത്തിവെക്കാനാണ് വിശ്വസമുദ്ര ഗ്രൂപ്പിന് ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി നിർദ്ദേശം നൽകിയത്. ദേശീയപാതയിൽ ഓണവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഗതാഗത കുരുക്ക് ഒഴിവാക്കാനായാണ് നിർദ്ദേശം. ഓണത്തോടനുബന്ധിച്ച് നഗരത്തിലെത്തുന്നവരുടെ വാഹനങ്ങൾ നഗരസഭ ബസ് സ്റ്റാൻഡ് പരിസരത്തും കരുനാഗപ്പള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്തും പാർക്ക് ചെയ്യുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ നഗരസഭയ്ക്കും നിർദ്ദേശം നൽകി. ദേശീയപാത നിർമ്മാണത്തോടനുബന്ധിച്ച് സർവീസ് റോഡുകൾക്കിടയിലുള്ള മേൽപ്പാല നിർമ്മാണത്തിന്റെ താഴ്ഭാഗം 10 ദിവസത്തേക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനായി തുറന്നു നൽകാനും തീരുമാനമായി. ഈ പ്രദേശങ്ങളിൽ ഒഴികെയുള്ള അനധികൃത പാർക്കിംഗ്, അനധികൃത വഴിയോര കച്ചവടം എന്നിവ പൂർണ്ണമായി ഒഴിവാക്കും. ഇതിന് നഗരസഭ, പോലീസ്, മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് എന്നിവയുടെ സംയുക്ത പരിശോധന നടത്താനും തീരുമാനമായി. നിർമ്മാണം നടക്കുന്ന സർവീസ് റോഡുകളിലെ കുഴികൾ അടിയന്തരമായി നികത്തുന്നതിനും ഗതാഗത യോഗ്യമാക്കാനും വിശ്വസമുദ്ര കമ്പനിക്ക് നിർദ്ദേശം നൽകും. ടി.ആർ. മഹേഷ് എം.എൽ.എയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. നഗരസഭാ ചെയർമാൻ പടിപ്പുര ലത്തീഫ്, പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ അഞ്ജലി ഭാവന, SHO ബിജു, മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥർ, വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഐക്യരക്കോണം ഗവൺമെന്റ് LP സ്കൂളിൽ ആധുനിക ഡിജിറ്റൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് സ്കൂൾ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടത്തി. ജനാധിപത്യ സംവിധാനത്തിൽ പാലിക്കപ്പെടേണ്ട നിയമാവലികൾ പൂർണ്ണമായും പാലിച്ചാണ് വോട്ടിംഗ് പ്രക്രിയ നടന്നത്. വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരുന്നു സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടത്തിയത്. ജനാധിപത്യ മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകി നടത്തിയ തെരഞ്ഞെടുപ്പ് പരിപാടി വിദ്യാർത്ഥികളിൽ നേതൃത്വം, ഉത്തരവാദിത്തം, സുസ്ഥിരമായ രാഷ്ട്രീയ അവബോധം എന്നിവ വളർത്തുന്നതിനുള്ള അവസരമായി മാറി. വിദ്യാർത്ഥികൾ വളരെ ആവേശത്തോടെയാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഏറ്റെടുത്തത്. ഭിന്നശേഷിക്കാരെ എങ്ങനെ പരിഗണിക്കണം എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും ഉൾപ്പെടുത്തിയിരുന്നു. ഐക്യരക്കോണം ഗവൺമെന്റ് LPSലെ അധ്യാപകർക്കൊപ്പം നാഷണൽ ITയിലെ ട്രെയിനീസിന്റെയും പൂർണ്ണ പങ്കാളിത്തം പ്രവർത്തനത്തെ മികവുറ്റതാക്കി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രകാശിക്കുന്നില്ല. പോസ്റ്റുകളിൽ ലൈറ്റുകൾ സ്ഥാപിച്ച് 1 മാസത്തിനകം പലതും പ്രകാശിക്കാതായി. ഗുണനിലവാരം കുറഞ്ഞ ലൈറ്റുകളാണ് സ്ഥാപിച്ചതെന്നും ആക്ഷേപമുണ്ട്. സംഭവത്തിൽ പഞ്ചായത്ത് അംഗം സിബിൽ ബാബു പ്രതിഷേധിച്ചു. ഒരു 2 മാസക്കാലമായി കാണും ഈ ലൈറ്റ് ഇട്ടിട്ട്. 2 മാസം അല്ല, 1.5 മാസക്കാലമായി കാണും. എനിക്ക് തോന്നുന്നു 2 ട്രിപ്പ് ഒരു ലൈറ്റ് ഇട്ടു, അത് അടിച്ചുപോയി. അതിനുശേഷം നമ്മൾ വീണ്ടും ഒരു ലൈറ്റ് ഇട്ട് കൊടുത്തു. അതും ഇപ്പം കത്താത്ത സാഹചര്യമാണ്. തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിൽ സ്ഥാപിച്ച തെരുവു ലൈറ്റുകളാണ് പ്രകാശിക്കാത്തത്. മിക്ക വൈദ്യുതി പോസ്റ്റുകളിലും ലൈറ്റുകൾ സ്ഥാപിച്ച് 1 മാസത്തിനുള്ളിൽ ഇവ പ്രകാശിക്കാത്ത സ്ഥിതിയാണ്. ഇതിൽ അഴിമതി നടന്നതായും ശക്തമായി പ്രതിഷേധിക്കുന്നതായും നാഗമല വാർഡംഗം സിബിൽ ബാബു പറഞ്ഞു. പ്രിയപ്പെട്ട പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെ, ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, സെക്രട്ടറി, മറ്റ് LSCയുമായിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ, നമ്മുടെ പഞ്ചായത്തിൽ നമ്മൾ വിവിധ വാർഡുകളിൽ നിരവധി സ്ട്രീറ്റ് ലൈറ്റുകളാണ് നമ്മൾ ഇപ്പോൾ നിലവിലിട്ടിട്ടുള്ളത്. എന്നാൽ ഞാൻ കഴിഞ്ഞ 2-3 കമ്മിറ്റികളിലായി ഞാൻ പറയുന്നതാണ്, ഇട്ട ലൈറ്റുകളെല്ലാം തന്നെ അത് കത്താത്ത സാഹചര്യമാണ് പല മേഖലകളിലും ഉള്ളത്. ഇന്ന് ഞാൻ എൻ്റെ വാർഡിൽ ചില സ്ഥലങ്ങളിൽ പോയി അവിടെ ഈ പറയുന്ന പോലെ സന്ധ്യയായപ്പോൾ പോസ്റ്റുകൾ പരിശോധിച്ചപ്പോൾ മിക്കയിടത്തും തന്നെ ലൈറ്റ് കത്താത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. പഞ്ചായത്ത് കമ്മിറ്റികളിൽ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും ലൈറ്റുകൾ വിതരണം ചെയ്തവരെ വിളിക്കാനോ വേണ്ട പരിശോധന നടത്താനോ വിഷയത്തെ ഗൗരവമായി കാണാനോ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റോ മറ്റുള്ളവരോ തയ്യാറായില്ലെന്നും പഞ്ചായത്ത് അംഗം ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, തെന്മല. പ്രധാന വാർത്തകൾ വീണ്ടും. അമേരിക്ക ഇന്ത്യക്ക് മേൽ ചുമത്തിയ അധിക ചുങ്കത്തിനെതിരെ പ്രതിഷേധം. കേരള കർഷക സംഘം കായംകുളം ഏരിയ കമ്മിറ്റി പ്രതിഷേധം സംഘടിപ്പിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ കോലം കത്തിച്ചു. ചവറ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDSന് ISO സർട്ടിഫിക്കേഷൻ. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA പ്രഖ്യാപനം നിർവഹിച്ചു. വിവിധ ഫണ്ടുകളും വിതരണം ചെയ്തു. ഖാദി ഓണം മേളയ്ക്ക് കരുനാഗപ്പള്ളിയിൽ തുടക്കം. ട്രിവാൻഡ്രം സർവോദയ സംഘമാണ് മേള സംഘടിപ്പിക്കുന്നത്. സെപ്റ്റംബർ 4-ന് മേള സമാപിക്കും. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.
ചെയ്തു.